വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് സൗത്തിൽ വ്യാപക കള്ളവോട്ടെന്ന് ബി.ജെ.പി ആരോപണം. കള്ളവോട്ടിന് പിന്നിൽ CPIM ആണെന്ന് NDA സ്ഥാനാർത്ഥി ടി രനീഷ് ആരോപിച്ചു. ഒരു ബൂത്തിൽ 10 മുതൽ 20 വരെ കള്ളവോട്ട് ചെയ്യുന്നു. നാട്ടിലില്ലാത്തവരുടെ ലിസ്റ്റ് അവർ നേരത്തെ തയ്യാറാക്കിയിരുന്നു എന്നുമാണ് ബി.ജെ.പിയുടെ പരാതി. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ തയ്യാറാക്കിയാണ് കള്ളവോട്ടെന്നും പരാതി നൽകിയെങ്കിലും പോലീസ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല എന്നും ബി.ജെ.പി ആരോപിച്ചു. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ വോട്ടെടുപ്പ് വളരെ വലിയ രീതിയിൽ നടക്കുമ്പോൾ കോഴിക്കോട് നിന്നും ഇപ്പോൾ കള്ളവോട്ട് എന്നൊരു ആരോപണമാണ് ഉയരുന്നത്. കോഴിക്കോട് സൗത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വ്യാപകമായി കള്ളവോട്ട് എന്നാണ് ഇപ്പോൾ ബി.ജെ.പി ആരോപിക്കുന്നത്. കോഴിക്കോടാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണം ഉയരുന്നത്. കള്ളവോട്ടിന് പിന്നിൽ CPIM ആണെന്നാണ് ബി.ജെ.പി പ്രധാനമായും ആരോപിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി രനീഷാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു കള്ളവോട്ട് നടത്തിയതിന് പിന്നിൽ CPIM ആണെന്നാണ് ഒരു ആരോപണം ഉയരുന്നത്. ഒരു ബൂത്തിൽ 10 മുതൽ 20 വരെ കള്ളവോട്ട് ചെയ്യുന്നു എന്നാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി രനീഷ് ആരോപിച്ചിരിക്കുന്നത്. നാട്ടിലില്ലാത്തവരുടെ ലിസ്റ്റ് അവർ നേരത്തെ തയ്യാറാക്കിയെന്നാണ് ബി.ജെ.പി ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. വലിയൊരു ഗൗരവമായ വിഷയം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വലിയൊരു ആരോപണം തന്നെയാണ് ബി.ജെ.പി ഉന്നയിക്കുന്നത്. കോഴിക്കോട് സൗത്തിലാണ് വ്യാപകമായ കള്ളവോട്ട് നടന്നു എന്ന് ബി.ജെ.പി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കള്ളവോട്ടിന് പിന്നിൽ CPIM ആണെന്നാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി രനീഷ് ആരോപിച്ചിരിക്കുന്നത്. 10 മുതൽ 20 വരെ കള്ളവോട്ട് ചെയ്യുന്നു എന്നും നാട്ടിലില്ലാത്തവരുടെ ലിസ്റ്റ് അവർ നേരത്തെ തയ്യാറാക്കിയെന്നൊക്കെയാണ് ബി.ജെ.പി പരാതി പറയുന്നത്. എന്തായാലും വോട്ടെടുപ്പ് തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണം എത്തുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു 3 മുന്നണികളും ഈ ഒരു വോട്ടെടുപ്പിനെ നേരിടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ബി.ജെ.പി ആണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കോഴിക്കോട് സൗത്തിലാണ് വ്യാപകമായ കള്ളവോട്ടുണ്ടെന്ന് ബി.ജെ.പി ആരോപിച്ചിരിക്കുന്നത്. ഈ ഒരു കള്ളവോട്ടിന് പിന്നിൽ CPIM ആണെന്നാണ് ബി.ജെ.പിയുടെ പ്രധാന ആരോപണം തന്നെ. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി രനീഷാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 10 മുതൽ 20 വരെ കള്ളവോട്ട് ചെയ്യുന്നു എന്നാണ് NDA സ്ഥാനാർത്ഥി ടി രനീഷ് ആരോപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട കവിയൂരിൽ കള്ളവോട്ട് നടന്നതായി പരാതി. 84-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നതായി ആരോപണം ഉയർന്നത്. സരോജിനി എന്ന വോട്ടർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് മറ്റാരോ വോട്ട് ചെയ്തതായി തിരിച്ചറിഞ്ഞത്. ഇവരെ പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ചു. കോഴിക്കോടിന് പിന്നാലെ ഇപ്പോൾ പത്തനംതിട്ടയിലും കള്ളവോട്ട് നടന്നതായി പരാതി ലഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിലുള്ള കവിയൂരിലാണ് ഈ ഒരു കള്ളവോട്ടിന്റെ പരാതി ലഭിച്ചിരിക്കുന്നത്. 84-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നിരിക്കുന്നത്. സരോജിനി എന്ന വോട്ടർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇവരുടെ സ്ഥാനത്ത് മറ്റാരോ വോട്ട് ചെയ്തതായി തിരിച്ചറിഞ്ഞത്. ഇവരെ പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. എന്തായാലും കോഴിക്കോടിന് പിന്നാലെ പത്തനംതിട്ടയിലും കള്ളവോട്ട് നടന്നതായാണ് ഇപ്പോൾ പരാതി ലഭിക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ സജീവന്റെ വോട്ട് മറ്റാരോ ചെയ്തതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പോളിംഗ് സ്റ്റേഷന് മുന്നിൽ ബി.ജെ.പി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കവും സംഘർഷാവസ്ഥയും ഉണ്ടായി. സജീവൻ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും താൻ അപേക്ഷിച്ചിട്ടില്ലെന്ന് സജീവൻ വ്യക്തമാക്കി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ച 49-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് ആരോപണം ഉയർന്നത്. കുമ്പളങ്ങാട് സ്വദേശിയായ സജീവൻ തന്റെ വോട്ടർ സ്ലിപ്പുമായി പോളിംഗ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയതായി അറിഞ്ഞത്. സജീവന്റെ പേരിൽ പോസ്റ്റൽ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. പിന്നീട് സജീവൻ വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകുകയായിരുന്നു. തീരുമാനമാവണമല്ലോ, അത് ഞാൻ ഞങ്ങൾ പറയുന്നത്. സമാശ്വാസം വോട്ട് ചെയ്യുന്ന അയാളുടെ ഔദാര്യാണ് സമാശ്വാസം വോട്ട് ചെയ്യുന്നത്. സമാശ്വാസം വോട്ട് ഇയാൾ ഇന്ത്യ പൗരൻ, ഇയാൾക്ക് വോട്ട് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ഇയാളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ല. അവര് ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട്, അവര് തിരുത്തണം, അവര് തിരുത്താൻ തയ്യാറാവണം. പരിഹരിക്കാൻ പറ്റില്ല.